അമേരിക്കയുടെ നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി. അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ഇതാദ്യമായല്ല. 2009 മുതൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. കൈവിലങ്ങ് അണിയിക്കുന്നത് അമേരിക്കയുടെ നയമാണ്. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് എന്നും എസ് ജയശങ്കർ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. The standard operating procedure for deportation by aircraft used by ICE that is effective from 2012. I repeat, that is effective from 2012 provides for the use of restraints. However, we have been informed by ICE that women and children are not restrained. Further, the needs of deportees, including during transit, related to food and other necessities, including possible medical emergencies, are attended to. During toilet breaks, deportees are temporarily unrestrained if needed in that regard. This is applicable to chartered civilian aircraft as well as military aircraft. Honorable Chairman, sir, we are, of course, engaging the US government to ensure that the returning deportees are not mistreated in any manner during the flight. At the same time, the House will appreciate that our focus should be on strong crackdown on the illegal migration industry, while taking steps to ease visas for the legitimate traveler. On the basis of information provided by returning deportees about the agents and others involved, law enforcement agencies will take necessary preventive and exemplary actions. I thank you. മന്ത്രിയുടെ മറുപടിക്ക് വ്യക്തതയില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിലങ്ങിട്ടാണ് കൊണ്ടുവന്നത് എന്നത് അറിഞ്ഞിരുന്നോ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. എത്ര പേർ അമേരിക്കയിൽ അനധികൃതമായി തങ്ങുന്നുണ്ട് എന്ന് അറിയാമോ എന്നും കോൺഗ്രസ് MP രൺദീപ് സിംഗ് സുർജേവാല ചോദിച്ചു. क्या सरकार जानती है कि 5 फरवरी को 104 भारतीयों को हाथ में हथकड़ी और पांव में जंजीरें लगाकर, जहां 19 महिलाएं भी शामिल थी, 40 घंटे की यात्रा जिसमें एक टॉयलेट, इस अमानवीय तरीके से उनको जबरन भारत भेजा गया और सरकार चुप्पी साधे रही? क्या सरकार जानती है कि 7,25,000 ऐसे भारतीय हैं जिनको अमेरिका इसी प्रकार से वहां से निकालने की तैयारी कर रहा है? क्या यह व्यवहार एक आतंकवादी या उग्रवादी का व्यवहार है भारतीयों से, या एक मानवीय व्यवहार है? इस पर क्या सरकार टिप्पणी करेगी? दूसरी क्लैरिफिकेशन, सर कितने हजार और भारतीय हैं? हमने वो तो देखे जो हथकड़ी और जंजीरों में बंधकर आए, हमारे भाई बहन और बच्चे, पर कितने हजार ऐसे भारतीय हैं 7,25,000 में से जिन्हें अमेरिका ने डिटेंशन सेंटर में इसी अमानवीय तरीके से बंद कर रखा है, और उनके क्या हालात हैं और क्या उनको आपने काउंसलर एक्सेस दिया है? പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, നേരത്തെ തന്നെ അനധികൃതമായ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകൾ അത് ഇന്ത്യക്കാരെ വേദനിപ്പിക്കുന്നതാണ്. കൈവിലങ്ങ് അടക്കം അണിയിച്ചുകൊണ്ട് ഇവരെ തിരികെ അയക്കുക എന്നുള്ളത്. പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും നിയമവുമാണ് ഏത് തരത്തിലാണ് അവിടെ അനധികൃതമായി കുടിയേറുന്നവരെ തിരിച്ചയക്കേണ്ടത് എന്നുള്ളത്. അതിന്മേൽ എന്ത് മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്? പ്രതിപക്ഷം എന്താണ് ഉന്നയിക്കുന്നത്? അഭിലാഷ്, അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തി അനധികൃതമായി അവിടെ കുടിയേറിയ ഇന്ത്യക്കാരുടെ വിഷയത്തിൽ അവരെ കൈവിലങ്ങ് അണിയിച്ചാണ് കൊണ്ടുവന്നതെന്ന വിഷയത്തിലാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിയത്. ഇതിനാണ് രാജ്യസഭയിൽ ഇന്ന് 2 മണിക്ക് വിദേശകാര്യമന്ത്രി ജയശങ്കർ മറുപടി നൽകിയത്. എസ് ജയശങ്കറിന്റെ മറുപടിയിലെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നവരെ കൈവിലങ്ങ് അണിയിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അതിനെതിരെ പ്രതിഷേധിക്കാനോ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാനോ ചെയ്യുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് എസ് ജയശങ്കർ
ജയശങ്കർ രാജ്യസഭയിൽ സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നത് 2012 മുതൽ അമേരിക്ക ഇത്തരം ആളുകളെ കയറ്റി സ്വന്തം രാജ്യങ്ങളിലേക്ക് വിടുന്നുണ്ട്. ഇന്ത്യക്കാരെ മാത്രമല്ല, അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ എല്ലാ മനുഷ്യരെയും അങ്ങനെ ആ രാജ്യങ്ങളിലേക്കെല്ലാം വിടുന്നുണ്ട്. അവരെ കൈവിലങ്ങ് അണിയിക്കണോ വേണ്ടയോ എന്നതൊക്കെ ആ രാജ്യത്തിന്റെ നിയമമാണ്. അതിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. അവരെ കൊണ്ടുവന്ന വിമാനം സംബന്ധിച്ചും ആക്ഷേപം ഉയർന്നിരുന്നു. അത് C-17 എന്ന് പറയുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ വിമാനം. അത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനമാണ്. ശരിയായ രീതിയിലുള്ള സീറ്റിംഗ് സൗകര്യങ്ങളോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വിമാനമാണ്. ഏത് വിമാനത്തിലാണ് ഇവരെ കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യമാണ്. പല സമയങ്ങളിലും ഇത്തരം വ്യോമസേന വിമാനങ്ങൾ, സൈനിക വിമാനങ്ങളിൽ ആളുകളെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈവിലങ്ങ് അണിയിച്ചിട്ടില്ല. അതാണ് ഒരു നേട്ടമായി അദ്ദേഹം പ്രധാനമായും രാജ്യസഭയിൽ പറയുന്നത്. സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ പ്രത്യേകമായ പരിഗണന നൽകിയിരുന്നു. മറ്റുള്ള പുരുഷന്മാർക്കാണ് അവർ കൈവിലങ്ങ് അണിയിച്ചിരുന്നത്. ഈ കൈവിലങ്ങ് അണിയിച്ചിരുന്നു എന്നുള്ള വിഷയം അദ്ദേഹം എവിടെയും അതിനെതിരെ പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളോ അദ്ദേഹം പറയുന്നില്ല. അതെല്ലാം ആ രാജ്യത്തിന്റെ നിയമമാണ്. ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇവർക്ക് കൈവിലങ്ങ് അഴിച്ചു നൽകിയിരുന്നു എന്നതും അദ്ദേഹം പറയുന്നു. വിമാനത്തിൽ കൊണ്ടുവന്നതിന്റെ ഏത് വിമാനത്തിലാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് അനധികൃതമായി ഇന്ത്യക്കാർ അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുന്ന നിലപാടല്ലാതെ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കൈവിലങ്ങ് അണിയിച്ചാണ് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഇനി എത്ര ഇന്ത്യക്കാരെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരും അതിനായി അമേരിക്ക ലിസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും വളരെ കൃത്യമായ ഒരു മറുപടി ജയശങ്കറിന്റെ ഭാഗത്തു നിന്ന്, വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തായാലും പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇന്ത്യക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട ആളുകളെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുവന്നത്. അമേരിക്കൻ യുദ്ധവിമാനത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ എന്തിനാണ് അവർക്ക് കൈവിലങ്ങ് അണിയിക്കുന്നത്? അത് ഈ രാജ്യത്തോടുള്ള അപമാനമാണ്. മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോടാണെങ്കിൽ ഈ തരത്തിലേക്കുള്ള അമേരിക്ക പെരുമാറുമോ എന്നുള്ള ചോദ്യമടക്കം പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുകയാണ്. ഇതിന് പാർലമെന്റ് അകത്തും പുറത്തും ഇന്ന് രാവിലെ പാർലമെന്റ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പ്രധാനമായും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടും ഈ വിഷയത്തിലാണ് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതിനെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായി. ഇരു സഭകളും പലതവണ നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായി. 2 മണിക്കാണ് ഇന്ന് മറുപടി നൽകുമെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറാണ് അറിയിച്ചത്. അതനുസരിച്ചാണ് ഇന്ന് 2 മണിക്ക് എസ് ജയശങ്കർ മറുപടി നൽകുന്നത്. എസ് ജയശങ്കർ മറുപടി നൽകുമ്പോഴും കൈവിലങ്ങ് അണിയിച്ച് ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവന്നു എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉയർത്താനോ അത് അമേരിക്ക ചെയ്തത് ശരിയായ ഒരു നടപടിയല്ല എന്ന് പറയാനോ തയ്യാറാവുന്നില്ല. പകരം സ്ത്രീകൾക്ക് കൈവിലങ്ങ് ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് കൈവിലങ്ങ് ഉണ്ടായിരുന്നില്ല, ബാത്റൂമിൽ പോകാൻ വേണ്ടി കൈവിലങ്ങ് അഴിച്ചു നൽകിയിരുന്നു തുടങ്ങിയ വിശദീകരണങ്ങളാണ് പ്രധാനമായും നൽകുന്നത്. അതോടൊപ്പം തന്നെ ഏത് വിമാനത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ, സീറ്റിംഗ് സംവിധാനമൊന്നുമില്ലാത്ത വിമാനമാണ് സൈന്യ വിമാനം എന്ന് പറയുമ്പോൾ അതിലെ സീറ്റിംഗ് സൗകര്യങ്ങളൊക്കെ പരിമിതമായ സീറ്റിംഗ് സൗകര്യങ്ങളാണ്. മറ്റ് തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ആ വിമാനത്തിലില്ല. ടോയ്ലറ്റ് തന്നെ, ഒരു ടോയ്ലറ്റാണ് ഇത്രയധികം 205 യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ളപ്പോഴും ആ വിഷയങ്ങളിലൊന്നും മനുഷ്യാവകാശപരമായ ഒരു സമീപനം ഇവരോട് സ്വീകരിച്ചില്ല എന്നതിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധം ഉയർത്തുന്നില്ല എന്നതുകൂടി കണക്കാക്കണം. എന്തായാലും ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയിലേക്ക് വരാൻ അനധികൃതമായ ആരെങ്കിലും അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവരെ അമേരിക്കൻ സർക്കാർ ഇന്ത്യയിലേക്ക് വിട്ടാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് എന്നതിൽ ആവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കൈവിലങ്ങിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്താൻ ഇന്ത്യ തയ്യാറല്ല എന്നൊരു സന്ദേശം കൂടിയാണ് വിദേശകാര്യമന്ത്രി നൽകുന്നത്. എന്നാൽ പ്രതിപക്ഷം ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇന്ത്യക്കാരെ കൈവിലങ്ങ് അണിയിച്ച് ഇന്ത്യയിലേക്ക്, അതും സൈനിക വിമാനത്തിൽ ബാത്റൂമിൽ പോകാൻ പോലും കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി കൊണ്ടുവന്നത് എന്നുള്ള വിഷയമാണ് ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റ് അകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.